അല്ല, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നാട്ടിലൂടെ ഒരു എനിക്ക് അറ്റാച്ച്മെന്റ് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് ഇഷ്ടമാണ് നാട്, എനിക്ക് ഈ നാടും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ വ്യത്യാസങ്ങളാണ് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു ബിസിനസ് തുടങ്ങണം നാട്ടിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പല ബിസിനസ്സുകളും പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ കുറച്ച് ആൾക്കാർ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയക്കാർ, ഇതിനെല്ലാത്തിനും നമ്മൾ ഇടപെടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇതൊക്കെ കണ്ട് ഫെട്ടപ്പായി എത്രയോ പേര് ഈ നാട് വിട്ടു പോയിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഫ്രീഡം എന്ന്. ഞാനൊക്കെ എത്രയോ നാളുകൾക്ക് മുമ്പേ പ്ലാൻ ചെയ്യണം നാട്ടിലൊരു ബിസിനസ്. പക്ഷെ പേടിയാണ്, നമുക്ക് അത്യം പറഞ്ഞാൽ പേടിയാണ്. കാരണം നൂലാമാലകൾ അവർ വരുന്നു, ഗവൺമെന്റ് പൊളിറ്റീഷ്യൻസ് വരുന്നു, ഇവന്മാരെ ഒന്ന് കാശ് വഹിക്കുന്നു, മറ്റൊരു അപ്പുറത്തെ ബിസിനസ്സുകാരൻ പറയുന്നു ഇവൻ അവിടെ ബിസിനസ് നടത്തി ശരിയാവാത്ത പണി കൊടുക്കാൻ പറയുന്നു, ഗുണ്ടാ സെറ്റപ്പ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതാണ് ഒരു പ്രധാന അതിനെ അടിച്ചു നിൽക്കാൻ ഒന്നും ആ നാട്ടിൽ തന്നെ ഫൈറ്റ് ചെയ്ത് നിന്നവർക്കേ പറ്റുന്നുള്ളൂ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇന്നിപ്പം നമ്മുടെ നാട്ടിലൊരു ട്രെൻഡാണ് നമ്മുടെ പിള്ളേരെ എങ്ങനെങ്കിലും, അതായത് പേരൻസുകൾ ഇല്ലാത്ത കടവും മേടിച്ച് വീടും പണവും വെച്ച് പിള്ളേരെ പല രാജ്യത്തേക്ക് പറഞ്ഞയക്കുന്ന ഒരു സംഭവം. പിള്ളേർക്കാണെങ്കിലും 10ാം ക്ലാസ് 7ാം ക്ലാസ് പോകുന്ന പിള്ളേരും 10ാം ക്ലാസ് പോകുന്ന പിള്ളേർക്ക് അപ്പം തന്നെ 10 കഴിഞ്ഞാൽ +2 കഴിയുന്നതിന് മുമ്പേ അവർക്ക് കൺട്രി വരണമെന്നാണ്. തീർച്ചയായിട്ടും അവർ വല്ലാത്തൊരു ആറ്റിറ്റ്യൂഡ്, ഒരു സിസ്റ്റം വന്നു. എന്തുകൊണ്ടാണ് ഇത് വന്നത്? ഈ നിങ്ങൾ പറയുന്ന എല്ലാ സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നു, ഇവരാരും ഒന്നും പോകത്തില്ലായിരുന്നു. ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓരോ വ്യക്തി വന്നു കഴിഞ്ഞാൽ അവർക്ക് പഠിച്ച് അവരുടെ കഴിവുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ചോയ്സ് ഇവിടെ തന്നെ നിൽക്കണമെന്നില്ല. വരുന്ന ഒരാൾക്ക് ബ്രിട്ടനിൽ പഠിച്ചു കഴിഞ്ഞതുകൊണ്ട് അവന് ഓസ്ട്രേലിയയിലോ ഫ്രാൻസിലോ ജർമ്മനിയിലോ യൂറോപ്പിലോ എവിടെ അല്ലെങ്കിലോ അല്ല. പക്ഷെ അതിനകത്ത് മറ്റൊരു കാര്യം, എന്റെ ഒരു കാഴ്ചപ്പാട് അനുസരിച്ച് നമ്മളൊരു രാജ്യത്ത് ജനിച്ചു, ഇപ്പം നമുക്കെല്ലാം പറ്റിയത്, നമുക്കെല്ലാവർക്കും ഞാനിവിടെയാണ്, വേറെ രാജ്യത്താണ്. പക്ഷെ അൾട്ടിമേറ്റ്ലി നിങ്ങളൊരു രാജ്യത്ത് ജനിക്കുമ്പോൾ ആ രാജ്യത്ത് ഒരു യുദ്ധമോ ഒരു വലിയ സംഭവമൊന്നും ഇല്ലെങ്കിൽ ആ രാജ്യത്ത് നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ ജീവിക്കാൻ പറ്റുമെങ്കിൽ ജീവിക്കാം. ഇത് പല ആൾക്കാർ ഇവിടേക്ക് വരുന്നതിൻ്റെ കാര്യം വെള്ളം കുടിക്കാൻ, ജീവിക്കാൻ നിവർത്തിയില്ലാഞ്ഞിട്ടോ വലിയ ബുദ്ധിമുട്ടുകളോ ഉണ്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് തോന്നിയിട്ടുള്ളത് പല ആൾക്കാരും ഈ വേറെ രാജ്യത്തേക്ക് പോകുന്നതിൻ്റെ ഒരു പ്രധാന കാര്യം അവരുടെ സെറ്റപ്പ് ഒന്നും കൂടെ ഇമ്പ്രൂവ് ആക്കാൻ, ഒരു പുതിയ വീട് വെക്കാനും ഒരു പുതിയ കാർ മേടിക്കും. ഞാനൊക്കെ ചെയ്ത് അങ്ങനെ തന്നെയാണ്. അതിലുപരി എല്ലാവരും ചിന്തിക്കുന്നത് ഈ രാജ്യത്ത് വരുന്നത് ഇല്ലെങ്കിൽ നമ്മളെ ആൾക്കാർ അബ്രോഡിലേക്ക് പലരും അമേരിക്ക അല്ല ഏത് രാജ്യത്ത് പോകുന്നതിന്റെ മെയിൻ ഫണ്ടമെന്റ് വെച്ചാൽ അവന്റെ കമ്മിങ് ഫ്യൂച്ചറിനെ കുറിച്ച്, അവനെ കുറിച്ചല്ല, ഈ യാത്രയെ കുറിച്ചുള്ള ആശങ്ക. ഇപ്പൊ നമ്മളായാലും നാട്ടിൽ കൂടെ ആദ്യം വരുമ്പോൾ ഞാൻ എങ്ങനെയോ കഷ്ടപ്പെടും, എന്റെ കുടുംബം അല്ലെങ്കിൽ എന്റെ വരുന്ന തലമുറ കഷ്ടപ്പെടേണ്ട, അവർക്ക് കുറച്ചുകൂടെ വെൽത്ത് ആയിട്ടുള്ള ലൈഫ് ഉണ്ടാവണം, അവർക്ക് നല്ല എഡ്യൂക്കേഷൻ ഉണ്ടാവണം. അത് തെറ്റുണ്ടോ? അതിൽ തെറ്റുണ്ടോ? തെറ്റില്ല. ഇവിടെ ഫ്രീഡം അല്ല, ഫ്രീഡം എന്നല്ല. ഇപ്പൊ പറയുമ്പോൾ നാട്ടിൽ അങ്ങനെ ഒരു സൗകര്യം ഉണ്ടെങ്കിൽ ജീവിച്ചൂടെ എന്ന് പറയുന്നത് അത് തെറ്റായ ഒരു കാഴ്ചപ്പാടായിട്ട് എനിക്ക് തോന്നുന്നു. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് അയാൾക്ക് പോകണോ വേണ്ടേ എന്നുള്ളത്. കാരണം നമ്മളിപ്പോൾ ഒരു 50,000 രൂപ ഇപ്പുറത്തെ കമ്പനി കിട്ടും, പക്ഷേ 30,000 രൂപ കിട്ടുന്ന കമ്പനിയിൽ ഞാൻ ജോലി ചെയ്യുന്നു പറയുന്ന പോലെയാണ് ബ്രോ പറയുന്നതിന്റെ ഒരു ഇത് വരുന്നത്. അതായത് നാടെന്ന് കെട്ടിപ്പിടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എന്റെ കാഴ്ചപ്പാട്. കാരണം നമുക്ക് ഇപ്പം പ്രവാസികളില്ലായിരുന്നെങ്കിൽ നമ്മുടെ നാടിൽ നിന്ന് എങ്ങനെയായിരുന്നു ആലോചിക്കുക, ഗൾഫിൽ പോയ കാലം തൊട്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അന്ന് അവരെല്ലാം പോയതിന്റെ കാരണം അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടോ ആഗ്രഹം ഉണ്ടായിട്ടോ അല്ല, കപ്പൽ കയറിയും കഷ്ടപ്പെട്ടും അലഞ്ഞു കയറിയതിന്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ അവരുടെ തലമുറയ്ക്ക് ശേഷമുള്ള തലമുറയെങ്കിലും നന്നായി വട്ടെ എന്നുള്ള കാഴ്ചപ്പാടുകൊണ്ടാണ്. അതാണ് എനിക്ക് തോന്നുന്നത് ഇന്നും വരുന്ന ആരും കോടീശ്വരന്റെ മക്കളല്ല. കാരണം കുറച്ചുപേരുണ്ടാവും, ബ്രോ പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നുണ്ട്, കുറച്ചുപേർ അങ്ങനെ ഉണ്ട്. ഇപ്പം ബ്രോ ആയാലും ഇപ്പോൾ കോടീശ്വരനായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, അല്ലേ? ഞാനും അല്ല, ജീവനേട്ടനായിരുന്നു അല്ല. അപ്പൊ നമ്മളെല്ലാവരും ഇവിടെ വന്നു കഴിഞ്ഞാൽ ജീവിക്കാൻ തന്നെയാണ്. വന്നതിന് ശേഷം പണം ഉണ്ടാകുമ്പോൾ വരുന്ന ചിന്തകളുടെ വ്യത്യാസമായിരിക്കാം എന്നുള്ളത്. അത് ഞാൻ അംഗീകരിക്കുന്നു. അത് നിങ്ങൾ പറയുന്ന ഒരു ശതമാനം ആൾക്കാർ ഉണ്ടെങ്കിൽ തന്നെ അത് ശരിയാണ്, 100% ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു കുടിയേറ്റം എന്നുള്ളത് പൊതുവേ തന്നെ അവരുടെ ഓൺ സെറ്റപ്പ്, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പല ഇൻഫ്ലുവൻസുകൾ കൊണ്ട് വരുന്ന ആൾക്കാരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുറെ ഈ എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. ബുദ്ധിമുട്ടുകൾ കൊണ്ടും പഠിക്കാൻ വേണ്ടിയും കഷ്ടപ്പാട് കൊണ്ടും ഒക്കെ ജെന്യുവനായിട്ട് വരുന്നവരുണ്ട്. പക്ഷേ കൂടുതൽ ആൾക്കാരും ഒരാൾ പോകുന്നു, മറ്റൊരാൾ പോകുന്നു, അവർ ഈ സാധനം വാങ്ങിക്കുന്നു, അവരിത് ചെയ്യുന്നു, അല്ല അവർക്ക് ഇത്ര ഇത് കിട്ടുന്നു എന്ന് പറഞ്ഞിട്ടൊരു വാലേ പോകുന്ന ഒരു പ്രകൃതി ഒരിതാണ് നമ്മൾ കാണുന്നത്. ഒരു കാര്യം കൂടെ ആലോചിക്കണം, നമ്മൾ എല്ലാവരും നിങ്ങൾ പറയുന്ന പോലെ എല്ലാവരും അങ്ങനെ ആ ഒരു ആറ്റിറ്റ്യൂഡോട് കൂടി. ശരിയാണ്, ഗൾഫ് മലയാളികൾ പണ്ട് പോയി, പക്ഷെ ആ ഗൾഫ് മലയാളികൾ ഒരു കാലഘട്ടത്തിൽ പോയവർ കുറച്ചുപേരൊക്കെ കുറെ ഒരു കാലഘട്ടത്തിൽ പോയ എല്ലാവർക്കും ഒരേ ഉദ്ദേശമായിരുന്നില്ല. അപ്പോൾ ഇതിന്റെ ഒരു ഇതെന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു പ്രധാന സംഭവം ഈ സാധാരണ എല്ലാവരും ഇപ്പം നഴ്സുമാരല്ല, അല്ലെങ്കിൽ എല്ലാവരും പ്രൊഫഷനുള്ള ആൾക്കാരല്ല. അപ്പോൾ ഈ സാധാരണക്കാരാണ് ഒരുപാട് പേര് സ്റ്റുഡൻസ് ആയി ഇവിടെ വരുന്നത്. അപ്പം അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ഇത് ലൈഫ് ചേഞ്ച് ആണ്. അതായത് അവരെ സംബന്ധിച്ച് നാട്ടിൽ എങ്ങനെ തലകുത്തിന്നാലും ഇങ്ങനെ ഒരു വരുമാനം ഇവരിവിടെ സമ്പാദിക്കുന്ന പോലെ നാട്ടിൽ സമ്പാദിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ കുടിയേറ്റത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ല, അത് വളരെ ശരിയാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ തന്നെ മുമ്പേ പറഞ്ഞു, എനിക്ക് ഇപ്പം നാട്ടിലൊരു വരുമാനം ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു സമാധാനമായിട്ട് നിൽക്കായിരുന്നു. ഇപ്പം എൻ്റെ ഈഗോ സമ്മതിക്കുന്നില്ല. വളരെ തെരഞ്ഞൊരു വരുമാനത്തിൽ നമ്മുടെ ഭാര്യയുടെ വരുമാനത്തിലേക്ക് നമ്മൾ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ എൻ്റെ ഈഗോ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം. പക്ഷേ ഇതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം, നിങ്ങൾ ഈ പറഞ്ഞു ഇത്രയും കുറ്റങ്ങളൊക്കെ പറയുമ്പോഴും നാട്ടിൽ നിൽക്കുന്ന ഒരു റെസിലിയൻ്റ് ആയിട്ടുള്ള ഒരു കൂട്ടം ജനങ്ങളുണ്ട്. നമുക്കറിയാം, നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഇപ്പം UK എന്ന് പറയുന്ന ഒരു രാജ്യം സത്യം പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം ഫുള്ള്
ഇപ്പം റേഡിയോ തുറന്നാലും എവിടെ തുറന്നാലും നെഗറ്റിവിറ്റിയുടെ മേളമാണ്. ഇവിടെ ഒരു ഡൗൺ ഒരു സൈഡിലൂടെയാണ് നമ്മൾ പോകുന്നതെന്ന് ഇവിടെ ജീവിക്കുന്ന എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. നമുക്കിപ്പം വലിയ കുഴപ്പമില്ലാതെ കുറെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരും അല്ലാത്തവരും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. സ്റ്റുഡൻസ് ആണെങ്കിൽ തന്നെ അവരുടെ വരുമാനത്തിൽ നിന്ന് ഒരു കുറെ പേരൊക്കെ ഒരുമിച്ച് താമസിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ട് അവർക്കും വലിയ കുഴപ്പമില്ല. പക്ഷെ ഇതൊന്നും അല്ലാതെ ഇംഗ്ലീഷുകാരെന്ന് പറയുന്നത് വളരെ ട്രഡീഷണൽ ആയിട്ട് ജീവിച്ചു വരുന്ന കുറെ ആൾക്കാരുണ്ട്. അവർക്ക് ഇങ്ങനെ ഈ ഒരു 10 പേര് ഒരുമിച്ച് ജീവിക്കാനും അവർക്ക് ഈ പറയുന്ന പോലെ ചെറിയ സാധനങ്ങൾ ജീവിച്ചാകുന്നവരല്ല അവരുടെ ലൈഫ് സ്റ്റൈലേ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജ്യത്തിന്റെ ഡൗൺ സൈഡിലൂടെയാണ് നമ്മൾ പോകുന്നത്. എന്നാൽ ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പൊ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം കൂടെയാണ്, ഡെവലപ്ഡ് ആവുന്നതാണല്ലോ പറയുന്നത്. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന സംഭവങ്ങൾ വരുമ്പോൾ ഇതിന്റെ ഇടയിലും ഇത്രയൊക്കെ ബുദ്ധിമുട്ടുള്ളതായിട്ട് നാട്ടിൽ നിന്ന് എവിടെയും പോവാതെ ഉള്ള വരുമാനത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് സന്തോഷമായിട്ട് ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. അവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നില്ല. മീൻസ് അവര് ശരിക്കും പറഞ്ഞാൽ അവരാണ് ഇനി ചിലപ്പോൾ ഒരു പക്ഷേ കമ്മിങ് ഒരു 50 വർഷം അല്ലെങ്കിൽ അവരുടെ 2 ജനറേഷൻ കഴിയുമ്പോൾ അവരായിരിക്കും അവരുടെ വെൽ ടീം ആൾക്കാർ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മൾ ഇവിടെയൊക്കെ വന്നിരിക്കുന്നു, നമ്മുടെ ഇപ്പോൾ പുതിയ കുടിയേറ്റക്കാരെല്ലാം നമ്മളൊക്കെ മാസത്തിന്റെ അവസാനം എത്ര രൂപ സേവ് ചെയ്യുന്നുണ്ട്? ഉണ്ടോ? എല്ലാവരും ജീവിക്കുന്നു, കഷ്ടപ്പെടുന്നു, പൈസ കൊടുക്കുന്നു, ചിലവാക്കുന്നു, പോകുന്നു, കഴിയുന്നു, എൻ്റെ അടുത്ത മാസം അവർ കഷ്ടപ്പെടുകയാണ്. ഇതിങ്ങനെ പിന്നെ വെച്ചാൽ മറ്റൊരാളുടെ മുമ്പിൽ കൈ നീട്ടി ജീവിക്കേണ്ട ഒരു അവസ്ഥയില്ല. അവനൊരു നിശ്ചിത തൊഴിലുണ്ട്. എന്ത് തൊഴിൽ ചെയ്യാൻ വരുന്നവനും ഇവിടെ തൊഴിൽ ചെയ്ത്, അതായത് എന്ത് പണിയും ഇന്നെന്നല്ല, വൈറ്റ് കോളറിന് മാത്രമല്ല ഏത് കോളറിനും ആ ജോലി അതിൻ്റെ വാല്യൂ കിട്ടുന്നതുകൊണ്ട് നമ്മളിവിടെ ജീവിക്കുന്നു എന്നല്ലാതെ നമ്മളൊരു വലിയ ഫ്യൂച്ചർ നോക്കിയല്ല. പിന്നെ എനിക്ക് തോന്നുന്നു എല്ലാവരും ഇവിടെ വരുന്ന കൂടുതൽ ആൾക്കാർ അവരുടെ മക്കളുടെ ഭാവിയെ, അതായത് പിള്ളേർ പഠിക്കുന്നു, അവരുടെ യൂണിവേഴ്സിറ്റി പോകുന്നതിന് ഒരു ചെറിയ പൈസ കിട്ടും, അല്ലെങ്കിൽ ലോൺ കിട്ടുന്നു, ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ. ട്രീറ്റ്മെന്റുകൾക്ക് ചെലവില്ല. നമ്മൾ ഈ പറയുന്ന പോലെ NHSന്റെ ബുദ്ധിമുട്ടുകൾ പറയുമ്പോഴും ഒരു ക്യാൻസർ വന്നു കഴിഞ്ഞാൽ എത്ര രൂപ നമ്മുടെ നാട്ടിൽ പൊട്ടിക്കണം എന്നുള്ള സത്യം നമുക്കറിയാം. പക്ഷെ അവിടെ അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ 5 പൈസ കൊടുക്കേണ്ടെന്ന സത്യവും നമുക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള പല ഫാക്ടേഴ്സ് പിന്നെ ഇൻക്ലൂഡ് ചെയ്താണല്ലോ ഒരാൾ ഇവിടെ നിൽക്കുന്നത്. പിന്നെ ഷാഫി പറയുന്ന പോലെ ഇനി ഒരു 10-25 വർഷം കഴിയുമ്പോൾ ഇന്ത്യ ഒരു ഡെവലപ്ഡ് കൺട്രി ആയി കഴിയുമ്പോൾ അവിടെ ഈ നാഷണൽ സെക്യൂരിറ്റി കൂടി ആൾക്കാർക്ക് പൈസ ഉണ്ടല്ലോ, ഈ പറയുന്നത് ചിലപ്പോൾ എല്ലാം ഫ്രീ ആക്കിയിരിക്കും. ഇപ്പം തന്നെ നമ്മൾ അടങ്കം പറയല്ല, കേരളത്തിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ, ഇന്ത്യൻ സർക്കാർ ഹോസ്പിറ്റലുകൾ ഫ്രീ ചെയ്യുന്നുണ്ട്. പക്ഷെ എത്ര പേർക്ക് കിട്ടുന്നു, എങ്ങനെ പോകുന്നുള്ളവരാണോ അതൊക്കെ. പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ? നാട്ടിൽ ഞാൻ എല്ലാ നാടിനെ പൊക്കിയല്ല പറയുന്നത്. ഒബ്വിയസ്ലി നമ്മൾ എപ്പോഴും ജനിച്ച നാടിനെ, ഇപ്പം ജനിച്ച നാട് എവിടെയാണ് അവിടെയാണ് ജനിച്ച വീട്ടിൽ നമ്മൾ സ്വന്തം വീട്ടുകാരെ കുറ്റം പറയുന്നവരാണ്. സ്വന്തം വീട്ടുകാരെ കുറ്റം പറയാൻ പറ്റും, നാട്ടുകാരെ കുറ്റം പറയാൻ പറ്റില്ല എന്ന് പറയുന്നത്. എന്ന് പറയുന്ന പോലെ സ്വന്തം ജനിച്ച സ്ഥലത്തിനെ കുറ്റം പറയാൻ പറ്റും, മറ്റുള്ളവരെ കുറ്റം പറയാൻ നമുക്ക് പറ്റില്ല. അതെന്തുകൊണ്ടാണ് നമുക്ക് മറ്റുള്ള പൊതുവെ അങ്ങനെയാണ്. അതെന്തുകൊണ്ടാണെന്നല്ല, പൊതുവെ നമ്മുടെ ഒരു ടെൻഡൻസി അങ്ങനെയാണ്, നമ്മുടെ അങ്ങോട്ട് കുറ്റം പറയാനാണ് നമുക്ക് താല്പര്യം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും എൻ്റെ അമ്മായിയമ്മ അല്ലെ എൻ്റെ അമ്മായപ്പനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ഏതാണെന്നറിയോ? നമ്മുടെ കേരള ഗവൺമെന്റിന്റെ ഇത് പിന്നെ ഇത് എന്താ പറയുന്നത്, പബ്ലിക് ഹെൽത്തിന്റെ ഹോസ്പിറ്റലുകളുണ്ട്, ചെറിയ പ്രാഥമിക പ്രൈമറി ഹെൽത്ത് കെയർ സെന്റർ. ഈ പ്രൈമറി ഹെൽത്ത് കെയർ സെന്ററിൽ ഞാൻ എൻ്റെ അമ്മയമ്മയായിട്ട് പോയി പലപ്പോഴും അവർക്ക് അവിടെ പോകാൻ താല്പര്യം, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ അവർ അവിടെ പോയിട്ടാണ് എല്ലാ മരുന്നുകളും അവിടെ പോയി അധികം ചേരുന്നു. NHSന്റെ പോലെ സർവീസ് അവിടെ നടക്കുന്നുണ്ട്. മറ്റൊരു കാര്യം നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല, പീഡിയാട്രിക്കിലും മിഡ്വൈഫറിയിലൊക്കെ ഒരു കാലഘട്ടത്തിൽ അവാർഡ് കിട്ടിയ സ്ഥലങ്ങളാണ് നമ്മുടെ കേരളത്തിലൊക്കെ. കേരളത്തിലെ ഹെൽത്ത് കെയർ സിസ്റ്റം ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഹെൽത്ത് കെയർ സിസ്റ്റമാണ്. നമ്മൾ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും ശരിയാണ്, ഒബ്വിയസ്ലി നമ്മൾ കാശ് മുടക്കണം, അല്ല പിന്നെ ഒരു പരിധി വരെ ഉള്ളവർക്ക് പിന്നെ കാശ് ഫ്രീ ആയിട്ട് കിട്ടും. അതോടൊപ്പം തന്നെ മറ്റു പല കാര്യങ്ങളും സൗകര്യങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പം ഞാൻ നാട്ടിൽ ചെന്ന് എന്റെ AC ഒന്ന് നന്നാക്കണം, ഒരുത്തനെ വിളിച്ച് 10 മിനിറ്റ് ആൾ വന്നു, വീട്ടിൽ ടൈൽ റെഡിയാക്കണം, 20 മിനിറ്റ് ആൾ വന്നു, ഒരു അപ്പോയിന്റ്മെന്റ് കൊടുക്കണ്ട. ബ്രോഡ്ബാൻഡ് എന്ത് സ്പീഡാണ് നാട്ടില് ബ്രോഡ്ബാൻഡിന്റെ സ്പീഡുകൾ. നമ്മൾ കുറ്റം പറയും എല്ലാം ഉണ്ട്, പക്ഷെ പല കാര്യങ്ങളും ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. തുടങ്ങിയ ചോദ്യം എന്തായിരുന്നു? അതായത് നമ്മൾ ഈ നാട്ടിൽ നിൽക്കുന്നതിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന പ്രധാന ഘടകം എന്താണ്? അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഒരിക്കലും നമ്മൾ നാടിനെ കമ്പാരിസൺ വരേണ്ടത് അവരുടെ ജീവിത സാഹചര്യത്തിൽ സൗകര്യം അവിടെ ഉണ്ട്. പക്ഷെ ഈ പറയുന്ന പോലെ ശരിയാണ്. നമ്മളിപ്പോ ഇത്രയും സംസാരിച്ചു, നമ്മൾ പറയുന്നത് പണം തികയാഞ്ഞിട്ടാന്ന് പറഞ്ഞു. പണ്ടും 2000 രൂപ 5000 രൂപ ശമ്പളമുള്ള കാലത്തും ആൾക്കാർ ഇതിനേക്കാൾ ബെറ്ററായിട്ട് ജീവിച്ചിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പഴയ പ്രാഥമിക ആശുപത്രി എന്ന് പറയുന്നിടത്ത് ആൾക്കാർക്ക് കുറെ അത്രയും പോപ്പുലേഷൻ കുറവായിരിക്കാം, ലിവിംഗ് സ്റ്റാൻഡേർഡ് കൂടിയിരിക്കാം, അങ്ങനെ പല കാര്യങ്ങളുണ്ടായിരിക്കാം. പക്ഷെ നമുക്ക് എന്തുകൊണ്ട് ഈ നിങ്ങൾ പറയുന്ന പോലെ ഇന്ന് 50,000 രൂപ കിട്ടുന്നവര് നാളെ 60,000 രൂപ കിട്ടിയോണ്ടോ 70,000 കിട്ടിയത് കൊണ്ടോ നാട്ടിലെ ദാരിദ്ര്യം ഇല്ലാതാവുന്നില്ല. ശരിക്കും ദാരിദ്ര്യം എൻ്റെ ഒരു വ്യൂ പോയിന്റ് പറയുന്നത് പണത്തിന്റെ ഈ പെരുപ്പം കൂട്ടാതെ നമ്മൾ അതിനകത്ത് നിൽക്കാൻ വേണ്ടി, അതായത് എല്ലാ രീതിയിലും എൻ്റെ വരുമാനം 20,000 ഉണ്ടെങ്കിൽ 20,000-നകത്ത് ജീവിക്കാനുള്ള സിറ്റുവേഷൻ നാട്ടിലായി കഴിഞ്ഞാൽ എല്ലാവർക്കും സ്വയം ജീവിക്കാമായിരിക്കില്ല. ജീവൻ ചേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നാട്ടിൽ പിന്നെ 50 രൂപയ്ക്ക് ഊണ് കിട്ടും, തട്ടുകടയിൽ പോയി ചോറുണ്ടാകും, തട്ടുകടയിൽ പോയി കഴിക്കാം. പക്ഷേ ഇവിടെ ഏറ്റവും വരുന്ന എനിക്ക് മനസ്സിലായി, നിങ്ങളിപ്പോൾ മുമ്പേ പറഞ്ഞു നിങ്ങൾ ഇവിടെ വർക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മളിവിടെ വർക്ക് ചെയ്തിട്ട് നമുക്ക് എന്താണ് മിച്ചം എന്ന് ചോദിച്ചു, മിച്ചം എന്തോന്ന് ചോദിച്ചു
അല്ലേ? അപ്പം നമ്മൾ പിന്നെ ഒരു മിച്ചവും ഇല്ലാതെ വരുന്ന ഒരു കാര്യം പറയുന്നത്. പക്ഷെ അതേസമയം ഇവിടെ എനിക്ക് മനസ്സിലായ ഒരു സംഭവം ഇത്രയേ ഉള്ളൂ. ഒരു പ്രധാന എവിടെയാണെങ്കിലും എന്നെ പോലെയുള്ള നമ്മളൊക്കെ ഭീരുക്കളായിട്ടാണ് ഞാൻ കാണുന്നത് കുറേയൊക്കെ. കാരണം നമുക്ക് നമ്മളുടെ ആ വരുമാനത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ജീവിക്കാൻ അറിയാത്തവരാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തെറ്റായിട്ട് തോന്നിയിട്ടേ ഇല്ല എനിക്ക്. തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഭീരുക്കൾ എന്ന് പറയുന്നത് റോങ് ആണ്. കാരണം എന്ന് പറയുമ്പോൾ ബ്രോ പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ 20,000 രൂപ ശമ്പളം കിട്ടുന്ന ഒരിടത്ത് ഞാൻ നിൽക്കും, അപ്പുറത്ത് 50,000 രൂപ തരാന്ന് പറഞ്ഞാലും ഞാൻ ഇവിടെ നിൽക്കും എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ബ്രോ പറയുന്ന ഒരു കുഴപ്പം. അതല്ല 20,000 രൂപ ശമ്പളം അപ്പുറത്തെന്ന് പറയരുത്. അപ്പുറം എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പുറത്തല്ല, ഇത് സെയിം കമ്പാരിസൺ എന്താ പറഞ്ഞാലും സ്വന്തം നാട് എന്ന് പറഞ്ഞാൽ സ്വന്തം നാട് തന്നെയാണ്. അതെല്ലാം ശരിയാണ് ബ്രോ, അതെല്ലാം ശരിയാണ്. പക്ഷേ നമുക്ക് പ്രധാനം എന്താണ്? നാട്ടിൽ നിന്നാൽ മാത്രം മതിയോ? ഈ പറഞ്ഞ പോലെ ബ്രോ പറഞ്ഞു, നേരത്തെ പറഞ്ഞു ഒരു 50,000 രൂപ വേണമെന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ്? ഒരു കൂട്ടുകാരനെ സഹായിക്കാൻ ഒരു സാഹചര്യം വന്നാൽ നമ്മളെ കൊണ്ട് അത് ചെയ്യാൻ പോലും നമ്മളെ കൊണ്ട് പറ്റുന്നില്ല ആ നാട്ടിൽ. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ അത് ചിന്തിക്കുമ്പോൾ ഈ നാട്ടിൽ വരുന്നതിന് ഭേദം എന്ന് തോന്നിപ്പോകും. അത് ഞാൻ അംഗീകരിക്കുന്നു, ഞാനും അങ്ങനത്തെ ആളാണ്. പക്ഷെ അതോടൊപ്പം നമ്മൾ മനസ്സിൽ അക്നോളജ് ചെയ്യേണ്ട ഒരു ഫാക്റ്റാണ് ഞാൻ പറയുന്നത്. നമ്മൾ ആരും അക്നോളജ് ചെയ്യാതെ ഒരു സൈഡിൽ നിന്ന് മാത്രമാണ് എപ്പോഴും കഥ പറയുന്നത്. ഇതൊന്നുമല്ലാതെ എത്രയോ ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാർ നാട്ടിൽ നിൽപ്പുണ്ട്. തീർച്ചയായിട്ടും പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടും വെളിയിൽ പോകാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും പോവാത്ത ആൾക്കാർ ഇവിടെ ഉണ്ട്. അല്ല, അവിടെ അവരെന്തുകൊണ്ട് പോകുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ പറയുന്ന പോലുള്ള ഒരു തത്വം അല്ല അവർക്കുള്ളത്. അവരുടെ മാനസിക തത്വം എന്ന് വെച്ചാൽ ഞാൻ ജനിച്ച നാട് ഞാൻ ഇവിടെയാണ് ചിന്തിക്കുന്നവരുണ്ട്. എല്ലാവരും ഈ മെന്റാലിറ്റി എല്ലാവരും. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഭീരുക്കളെന്ന് ഞാൻ ഒരു വാക്ക് ഉപയോഗിച്ച് ഞാൻ എന്നെ ഒരു ഭീരുവായിട്ടാണ് കാണുന്നത്. ഭീരുക്കൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ സാഹചര്യത്തിനനുസരിച്ച് അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വരുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് പേടിയാണ്. അത് ശരിയായിരിക്കാം. ഒരു പക്ഷേ ഇപ്പൊ അത് ചിന്തിക്കുമ്പോൾ ഒരു പക്ഷെ നമ്മളെല്ലാം അങ്ങനെ ആയിരിക്കും അല്ലേ? കാരണം നമുക്ക് നാട്ടിലെ ആ കാലാവസ്ഥയിൽ പിടിച്ചു നിൽക്കാൻ വയ്യാത്തത് കൊണ്ട് മറ്റൊരു വഴി കിട്ടി നമ്മൾ നാട് വിട്ട് പേടിക്കുന്നു. ഒന്ന് സമൂഹത്തിനെ പേടിക്കുന്നു, 2 ഭാവിയെ പേടിക്കുന്നു, നാളെ എന്താകും എന്നുള്ള ഭാവി. 3 നമുക്ക് അവിടെ ചെന്നിട്ട് സെക്യൂരിറ്റി കിട്ടില്ല എന്നുള്ള പേടി. അല്ല, അതെല്ലാം പറയുമ്പോഴും എന്റെ ഇപ്പൊ വ്യക്തിപരമായ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെ വന്ന ഒരാളല്ല. അത് മാത്രമല്ല, എന്റെ അച്ഛൻ വന്നത് ഈ പറഞ്ഞ പോലെ ഭീരത്വം കൊണ്ടല്ല, ഗതികേട് കൊണ്ടാണ്. സത്യം പറഞ്ഞാൽ സാമ്പത്തിക പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പം എല്ലാവരും ആ ഒരു സാഹചര്യത്തിലൂടെ എങ്ങനെയായിരിക്കാം വന്നത്? അത് പല കാര്യങ്ങളുണ്ടാവുമല്ലോ. കാര്യങ്ങളുണ്ട്. അവിടെയാണ് ഞാൻ പറഞ്ഞത്. ബ്രോ പറയുന്നതെന്ന് പറയുമ്പോൾ ഇപ്പം ഒരു പ്രശ്നമുള്ള ഒരാള് നമ്മുടെ നാട്ടിൽ തന്നെ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് അവിടെ തന്നെ നരകിച്ച് ജീവിക്കണം എന്നാണ് പറയുന്നത്? അതോ വേറൊരു സാഹചര്യം ഉള്ളിടത്ത് പോയി ആ പ്രശ്നങ്ങൾ? അല്ല, ശരിക്കും അല്ലല്ല, വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ ഷാബി പറഞ്ഞു വെച്ച് നോക്കിക്കഴിഞ്ഞാല് ഒരു പക്ഷെ ഞാൻ ഇപ്പൊ ചിന്തിക്കും, ഇപ്പൊ ഈ പറഞ്ഞ സ്പാൻ എനിക്ക് സ്പാർക്ക് പോയത് എനിക്ക് ചിന്തിക്കാൻ പറ്റും. ഒരു പക്ഷേ ഈ പറയുന്നത് ശരിയായിരിക്കാം ഡാനി. കാരണം നമ്മുടെ ആൾക്കാരെല്ലാം ഈ ഭീരുത്വം, അതായത് നാളെ നമ്മുടെ നാട്ടിൽ നിന്നാൽ ജീവിക്കാൻ രക്ഷയില്ല എന്നുള്ള പേടി കൊണ്ടായിരിക്കും ഒരു പക്ഷേ മക്കളെ പറഞ്ഞ നാട്ടിൽ വരുന്നത്, നമ്മൾ വെളിയിൽ പോകുന്നത് എല്ലാം. ഓരോ ബ്രിട്ടീഷ് മലയാളിയുടെ സർവേ ചെയ്ത് ഞാൻ പറഞ്ഞുതരാം, ഗ്യാരണ്ടി ഞാൻ എഴുതിത്തരാം. ഓരോരുത്തരും പറയും എനിക്ക് നാട്ടിൽ ജീവിക്കാനാണ് ഇഷ്ടം. തീർച്ചയായിട്ടും. പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ ഇതേ ഡയലോഗ്, ഈ സെക്യൂരിറ്റി, നാഷണൽ ഭാവി, റെഗുലർ വരുമാനം ഇതൊക്കെ കൊണ്ട് എനിക്ക് പറ്റത്തില്ല എന്നാണ് നാളെ ആൾക്കാരെന്ത് പറയും. അപ്പൊ സമൂഹത്തിനെ കുറിച്ചുള്ള പേടി ഒന്ന്, ഭാവിയെ കുറിച്ചുള്ള ആശങ്ക, ഇതൊക്കെ തന്നെയാണ് സത്യം പറഞ്ഞ ഒരു മനുഷ്യനെ വെളിയിലേക്ക് കൊണ്ടുവരുന്നത്. വളരെ ശരിയാണ്. ഇവിടുത്തെ പ്രശ്നം നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മളെ ഇപ്പോഴും കാശില്ലാത്ത, എന്റെ കയ്യിലൊന്നും ഇപ്പോഴും കാശില്ലാത്ത കാര്യം, പ്രധാന കാര്യം എന്താണ്? ഞാൻ ഈ നാട്ടിൽ പോയി നമ്മൾ ഈ ഉള്ള കാശ് പക്ഷെ ഇതിന് വേറൊരു പോയിന്റാണ്. ഇത്രയും ആൾക്കാർ വെളിയിൽ പോയിട്ട് എങ്ങനെയായാലും ഒരു വ്യക്തി അവന്റെ ഒരു മിനിമം ഒരു 100 മുതൽ 200 പൗണ്ട് ഒരു മാസം നാട്ടിലേക്ക് അയക്കുന്നുണ്ട്. അപ്പൊ എത്ര കോടി രൂപ നമ്മുടെ കേരളത്തിൽ ഈ വിദേശികളുടെ പ്രവാസികളുടെ പൈസ കൊണ്ട് മാത്രമാണ് ഒരുപക്ഷെ ഇന്ന് കേരളം, ഇന്ത്യയുടെ എന്ന് പറയല്ല, നമ്മുടെ ഒരു സാമ്പത്തിക സ്ഥിതി നമ്മുടെ നാട്ടിലുള്ളവർ പോലും ജീവിക്കുന്നത്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ നാട്ടിലുള്ളവർക്കും നമ്മൾ ബാധകമാണ്, നമ്മൾ അവർക്കും ബാധകമാണ് അല്ലെ? നമ്മൾ അയച്ചു, ഞാനാണ് എന്റെ അമ്മയ്ക്ക് അയച്ചു കൊടുക്കുന്നത്, അങ്ങനെ ഒരു കൊടുത്തിട്ടാണ്. അപ്പോൾ അത് വലിയൊരു എക്കണോമി അങ്ങോട്ട് പറഞ്ഞാൽ ഇത് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമ്മൾ ഇത് ഒരിടത്തും എത്തത്തില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്ന ബ്രോ സത്യം പറഞ്ഞാൽ നാട്ടിൽ മാറേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ, അതായത് വ്യക്തികൾ തമ്മിലുള്ള വിടാതിരിക്കുന്നതിനപ്പുറം അല്ല പറഞ്ഞു വെച്ചാൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, പൊളിറ്റിക്സ് ഇൻഡിവിജ്വൽസിന് പ്രാധാന്യം കൊടുക്കാതിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് വരുന്നു. അതായത് ഒരു ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ഇതിനൊക്കെ പ്രാധാന്യം കൊടുക്കുക എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്ന നല്ല ഓർഗനൈസേഷന് പ്രാധാന്യം കൊടുക്കുക എന്ന് പറയുന്നത് അപ്പുറം വ്യക്തികൾക്ക് ഏതാണെങ്കിലും ഒരാൾ ഇന്നാൾ വന്നു അവനാണ് വലിയ ആള് എന്ന് പറയുന്നതിന് ഒരു പ്രാധാന്യം കൊടുക്കാത്ത ഒരു അവസ്ഥ വരുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു കുറേയൊക്കെ വ്യത്യാസം വരുമായിരിക്കും. എനിക്ക് അതൊക്കെ വലിയൊരു ടോപ്പിക്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇതിനേക്കാൾ ബേസ് എന്ന് വെച്ചാൽ, അതായത് നാട്ടിലുള്ളവരെ നമ്മളും ബഹുമാനിക്കുക, അവര് നമ്മളെയും ബഹുമാനിച്ച് നാട് വിട്ടുപോയവരെ അങ്ങനെ കാണാതെ ഒരു കുടുംബം പോലെ മുന്നോട്ട് പോവുക. നമുക്ക് ഇപ്പൊ എന്റെ ഉള്ളിൽ നാടെന്ന് പറഞ്ഞൊരു സ്വപ്നം എപ്പോഴും ഉണ്ട്. വയസ്സാകുമ്പോഴും പോയാൽ കിടക്കാൻ ഓരോരുത്തരുടെയും ജീവിതത്തിന് ഓരോ സാഹചര്യമുണ്ട്.
വേറെ രാജ്യത്ത് പോകാൻ ആഗ്രഹിച്ചിട്ട് പോകാൻ പറ്റാത്തവർ എത്ര പേരുണ്ട്. അപ്പൊ എല്ലാം തിരിച്ചു മറിച്ച് പല സാഹചര്യങ്ങളും. അല്ല, ഇതൊക്കെ നമ്മൾ പറഞ്ഞാലും മറ്റൊരു കാര്യമുണ്ട് ചോദിച്ചാൽ, ഇപ്പൊ നാട്ടിൽ തന്നെ ഇരിക്കുന്ന കുറെ എത്രയോ പേരുണ്ടാവും ഇങ്ങോട്ട് വരാൻ ആഗ്രഹമുള്ളവര്. അവരൊക്കെ പറയും തീർച്ചയായിട്ടും ഇവനൊക്കെ അഹങ്കാരമല്ലേ എന്നുള്ളൊരു ചോദ്യം കൂടെ ഉണ്ട്. തീർച്ചയായും, അതായത് നമ്മൾ ഒരു നാട്ടിലെത്തി പറ്റി നിങ്ങൾക്ക് അതുകൊണ്ട് എന്ത് വേണമെങ്കിലും പറയാം എന്നുള്ളൊരു അവസ്ഥയിലായിട്ട് ആരും ചിന്തിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ഒരു അഭിപ്രായത്തിൽ സത്യസന്ധമായ ഒരു അഭിപ്രായമാണ്, നിങ്ങൾ ഒരു നാട്ടിൽ നിൽക്കാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ നാട്ടിൽ തന്നെ നിൽക്കുക. പക്ഷെ നമ്മുടെ ആ ഒരു ലെവലിൽ അത് നമുക്ക് കിട്ടാവുന്ന വരുമാനം വെച്ചിട്ട് അതിനകത്ത് ഒതുങ്ങി ജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ പറ്റുമെങ്കിൽ അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ലൈഫാണ്. അതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്തൊക്കെ പറഞ്ഞാലും ജീവിച്ചിട്ട് നമ്മൾ ആലോചിച്ചു, ഈ വിന്ററിലൊക്കെ ഈ മഞ്ഞത്തും തണുപ്പും രാവിലെ എഴുന്നേൽക്കുക, ഒരു പോസിറ്റീവ് എനർജി ഇല്ല. ഇവിടെ വേറൊരു കാര്യമുണ്ട്. ഇവിടെ പറയുന്ന പോലെ നമ്മൾ സെയിം റൂട്ടീനാണ് ഇവിടെ. ഇപ്പൊ നിങ്ങൾ ഏത് ജോലി ചെയ്താലും ഞാൻ ചെയ്താലും, ഞാനിപ്പോ പല ജോലി മാറിക്കാണും, നിങ്ങളും മാറിക്കാണും. പക്ഷെ മാറുമ്പോഴൊക്കെ നമ്മുടെ റൂട്ടീൻ സെയിം ആണ്. പക്ഷെ നാട്ടിൽ ജീവിക്കുന്നവർക്ക് അവിടെ കിട്ടുന്ന ഒരു അറ്റ്മോസ്ഫിയറിന്റെ ഒരു സുഖമുണ്ട്. വൈകുന്നേരം ജോലി ഒന്നും വേണ്ട, ജോലി കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലേക്ക് പോകുന്ന ആ ഒരു റൂട്ട് മതി ഒരു ദിവസമാണ് നമുക്ക്. ഇവിടെ അതില്ല. അപ്പം ആൾക്കാരുടെ വൈബായാലും ഇപ്പം സൗണ്ട് ആയാലും സൂര്യനായാലും നമ്മൾ അലേർട്ടാണ്. മറ്റൊരു കാര്യം വെച്ചാൽ ഞാൻ മനസ്സിലാക്കി ഏറ്റവും പ്രധാന കാര്യം, ഇവിടെ വന്നിട്ട് ഞാൻ ഭയങ്കര ഇതാണ് പകൽ, പ്രത്യേകിച്ച് വിന്റർ സമയത്ത് നമ്മൾ ഭയങ്കര നമ്മുടെ ഒരു മൂഡ് ലെവൽ ഡിപ്രഷൻ മൂഡിലേക്ക് വരും. പക്ഷെ അവിടെ രാവിലെ മുതൽ ഈ സൺലൈറ്റും ഈ ലൈറ്റും ഇങ്ങനെ അടിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര ഹൈലി അലേർട്ടാണ്, ഹൈലി ഫോക്കസ്ഡ് ആണ്. വളരെ സത്യമാണ്. അത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ഞാൻ നമ്മളെ ബോഡി ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാക്കും. അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേയൊക്കെ ഞാൻ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് നാട്ടിൽ ഒരു ജോലിയൊക്കെ ഒപ്പിച്ച് ജീവിക്കാമായിരുന്നു എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പറ്റിയ. പക്ഷേ എന്റെ ഒരു വ്യൂ പോയിന്റ് ഞാൻ അത് ചിന്തിച്ചില്ല. അന്ന് എന്റെ മനസ്സിൽ ഒരേ ഒരു ആഗ്രഹമുള്ളത് കാശ് ഉണ്ടാക്കുന്ന സ്ഥലത്തോട്ട് പോവാം. തീർച്ചയായിട്ടും ഞാനിപ്പോ പറയുന്നത്, നിങ്ങൾക്ക് ഒരു അവസരം കിട്ടിയാൽ നമുക്ക് പറ്റിയ അബദ്ധങ്ങൾ നാട്ടിൽ എവിടെയാണെങ്കിലും ആ രാജ്യത്ത് നല്ലപോലെ ജീവിക്കാം. ഇപ്പൊ എന്റെ ഒരു വ്യൂ പോയിന്റ് എന്ന് വെച്ചാല്, ഇപ്പൊ നാട്ടിൽ നിന്ന് ആ ഒരു കാലഘട്ടത്തിൽ ആദ്യം ഗൾഫിൽ പോയൊരു ജനറേഷൻ ഉണ്ടായിരുന്നു. ഇവിടെ തന്നെ ഇപ്പൊ മൂന്നാമത്തെ ജനറേഷനാണ് വരുന്നത്. ഇനി ഇത് കാലം മാറും. ഇവിടുന്ന് ആൾക്കാർ പഠിച്ചിട്ട് നാട്ടിൽ പോയി ജോലി ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ചിലപ്പോൾ 10, 20, 25 വർഷം കഴിയുമ്പോൾ നമ്മുടെ നാട് മാറിയിരിക്കും. അപ്പൊ ഈ നാഷണൽ സെക്യൂരിറ്റിയും സോഷ്യൽ സർവീസും എല്ലാം നമ്മുടെ നാട്ടിൽ കിട്ടും. ഇപ്പോഴും പ്രാഥമിക ആശുപത്രികളും മറ്റ് വിദ്യാഭ്യാസങ്ങളും ഒക്കെ ചിലപ്പോൾ മാറി. പുതിയ എന്തോ ഒരു സ്കീമൊക്കെ പുള്ളി പുതുതായിട്ട് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. എന്തോ ഒരു പുതുതായിട്ട് എല്ലാവർക്കും വീടെന്നോ. അത് ഘട്ടം ഘട്ടമായി മാറി ഒരു 20 വർഷം കഴിയുമ്പോൾ, അല്ലെങ്കിൽ 40-30 വർഷം കഴിയുമ്പോൾ നമ്മൾ കടന്നു പോയിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ വരും തലമുറ കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് നേരെ തിരിച്ചായിരിക്കും സംഭവിക്കും. അപ്പൊ ഇന്ന് നാട്ടിൽ നിൽക്കുന്നവരെ സംബന്ധിച്ച് ചിലപ്പം വെളിയിൽ പോയി പഠിക്കാൻ പറ്റുന്നവർ പഠിക്കട്ടെ, അല്ലേ? വിദ്യാഭ്യാസം വേണം. എത്രത്തോളം നമ്മൾ പറയാൻ ആരുമല്ല. അല്ല, നമ്മൾ പറയാൻ ഇവിടെ പറയുന്നത് എന്റെ അനുഭവങ്ങൾ, എന്റെ ജീവിതാനുഭവങ്ങൾ, എനിക്ക് പറ്റിയ നമ്മുടെ അനുഭവം നമ്മൾ പറയുന്നതല്ലാതെ, നമ്മുടെ അനുഭവം നമ്മൾ പറയുന്നതല്ലാതെ നിങ്ങൾക്കുള്ളത് നിങ്ങൾ വരുത്തിക്കൊള്ളുക, നിങ്ങൾ കൈകാര്യം ചെയ്യുക. നമ്മുടെ നാട്ടിൽ സത്യം പിന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോരുത്തരും ചിന്തിക്കുക, എന്താവണം അവനവൻ തീരുമാനിക്കുക. അതിനൊപ്പം തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്, നമ്മുടെ ഒരു പൗരന് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹം, നമ്മുടെ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗവൺമെന്റ് ചെയ്യാൻ ശ്രമിച്ചാൽ തന്നെ എല്ലാ സിറ്റിസനും സത്യം പറഞ്ഞാൽ ആ നാട് വിട്ട് പോവില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു സത്യാവസ്ഥ. അതാണ് ശരിക്കും വരേണ്ടത്. പിന്നെ പറഞ്ഞ പോലെ ആ സാഹചര്യങ്ങൾക്കുള്ളിൽ തന്നെ നിൽക്കുന്നതിൽ നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ തീർച്ചയായിട്ടും അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. നമ്മളുടെ എക്സ്പീരിയൻസ് നമുക്ക് തോന്നുന്ന കാര്യം. ഞാൻ ഈ 2 വർഷവും കണ്ട ആളാണ്. നമ്മൾ അങ്ങനെയുള്ള ആളിനെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. നാട്ടിൽ പോയി നിൽക്കുമ്പോൾ തന്നെ എന്റെ പല സുഹൃത്തുക്കളോടെ ജീവിക്കുന്നുണ്ട്. അവരിൽ തന്നെ അവർക്ക് എങ്ങനെയും വെളിയിലോട്ട് പോയാൽ മതി എന്ന് പറയുന്നവരുണ്ട്. നീ ഭാഗ്യവാനാണെന്ന് പറയുന്നത്. എന്നാൽ ഇവര് തന്നെ നീ വാടാ എന്ന് വിളിച്ചാൽ ഇങ്ങോട്ട് വരാൻ താല്പര്യമില്ലാത്തവരുണ്ട്. അപ്പൊ ഇതെല്ലാം ഒരു മെന്റാലിറ്റി എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇതിന് മറ്റൊരു കാര്യം കൂടെ, നമ്മൾ പുതിയ തലമുറയ്ക്ക് എനിക്ക് തോന്നിയൊരു കാര്യമാണ്, നമ്മൾ ഈ വൈറ്റ് കോളർ ജോബ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ജോബ് എന്നും പറഞ്ഞ് മാത്രം ചിന്തിക്കാതെ അടിസ്ഥാന തൊഴിൽ, അതായത് പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ വർക്ക്, മേശിരിപ്പണി, ആശാരിപ്പണി, ഗാർഡനിങ്, അല്ലേ? ഇവിടെ തന്നെ രാവിലെ നമുക്ക് കാണാം ഒരു 100 കണക്കിന് വാനുകൾ പോകും. ഞാൻ ഓരോ വാനിൻ്റെ പരസ്യം നോക്കുമ്പോൾ പ്ലംബിംഗ്, ഇലക്ട്രീഷ്യൻസ്, AC മെക്കാനിക്ക്, ലാൻഡ്സ്കേപ്പുകാർ, ഇങ്ങനെ ഗാർഡനേഴ്സ്, ഇങ്ങനെയുള്ള. പക്ഷെ നമ്മുടെ നാട്ടിലുള്ളവർ അതും കൂടെ ചെയ്യണം. അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. തീർച്ചയായിട്ടും ആ ജോലി ചെയ്യുന്നവരെ നമ്മൾ അവർക്കുള്ള വഴി ഉണ്ടാക്കി കൊടുക്കണം. അല്ലാതെ ഒരുത്തൻ കാശാരിപ്പണി ആവുന്നോ, അല്ലെങ്കിൽ ഒരുത്തൻ ഒരു പെയിന്റിങ് ആവുന്നോ, അല്ലെങ്കിൽ മറ്റൊരുത്തൻ ഒരു ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നോ, അവനെ ഡീപ്രൊമോട്ട് ചെയ്യരുത്. തീർച്ചയായും അവനെ പ്രൊമോട്ട് ചെയ്ത് അവന് വേണ്ട എൻകറേജ് കൊടുത്ത് അവനെ അതിൽ ഒരു വലിയ മാറ്റം ഉണ്ടാവും. പണ്ടത്തെ പോലെ അല്ല. ഇന്ന് ഒരു ഗാർഡൻ നാട്ടിൽ ചെയ്യുന്നതിന് 1.5-2 ലക്ഷം രൂപ മേടിക്കുന്നവരില്ലേ? തീർച്ചയായിട്ടും മാസം അതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ 30,000 രൂപ മേടിക്കുന്നവരുണ്ട്. എനിക്കറിയാം. നമ്മൾ പറഞ്ഞതിന്റെ ഏറ്റവും പ്രധാന കാര്യം, ഇഫ് എവരിവൺ ഹാസ് റെസ്പെക്ട് ഇൻ ദെയർ ഓൺ കൺട്രി, എല്ലാവർക്കും ഒരു റെസ്പെക്ട് നമ്മൾ കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ, ഉദാഹരണം പറഞ്ഞാൽ കൊണ്ടുവരുന്നവൻ അവനൊരു വിലയുണ്ട്,
റോഡിൽ നിന്ന് പണി ചെയ്യുന്നവനും വിലയുണ്ട്. എല്ലാവർക്കും റെസ്പെക്ട് കൊടുക്കുന്ന ഒരു ലെവലിലേക്ക് പതുക്കെ പതുക്കെ വരുന്നുണ്ട്. മാറ്റം ഇപ്പൊ സംഭവിക്കും. ഇത്രയും നാൾ വരെ ഉള്ള പ്രശ്നം വെച്ചാൽ കൂലിപ്പണിക്കാരനെയും അവന്റെ മക്കളെ കൂലിപ്പണിക്കാരന്റെ മക്കളെന്ന് പറയുകയും അല്ല അടിയും പാവപ്പെട്ടവന്റെ മക്കളെന്ന് കളിയാക്കി മാറ്റി നിർത്തുകയും അല്ലെങ്കിൽ പിന്നെ മതത്തിന്റെ പേരിൽ ആൾക്കാരെ മാറ്റി നിർത്തുകയൊക്കെ ചെയ്യുന്ന ഒരു സമൂഹമാണ് ഉള്ളത് ഒരു കാലഘട്ടം. ഇപ്പം പതുക്കെ കുറെയൊക്കെ മാറി വരുന്നുണ്ടെന്ന് തോന്നുന്നു. കഴിഞ്ഞ 10-15 വർഷം ഒരുപാട് മാറ്റമുണ്ട്. ഇപ്പൊ എല്ലാവർക്കും ആ ഒരു ധൈര്യമായിട്ട് കുറെ ഞാൻ കാണുന്നുണ്ട്. കുറെ പിള്ളേരൊക്കെ ആണെങ്കിലും എല്ലാവരും അവരുടെ ജോലികളൊക്കെ ചെയ്ത് ജീവിക്കുന്നത് കാണുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി എല്ലാം ശരിയാവും, എല്ലാം മാറും, നമ്മുടെ നാട് ഒരു നല്ല രാജ്യമായി മാറും. നമുക്ക് എല്ലാവർക്കും ഒരാൾ പോലും ആ നാട് വിട്ട് വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയം ഉണ്ടാവും എന്നൊക്കെ നമുക്ക് തീർച്ചയായും. ഒരു പക്ഷേ നമ്മുടെയൊക്കെ വരുന്ന തലമുറയൊക്കെ തിരിച്ച് അങ്ങോട്ട് തന്നെ പോകുന്ന എൻ്റെ വിശ്വാസം. ഒരു 3-4 ടേൺ കഴിയുമ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് നമ്മുടെ വരുന്ന പിള്ളേരൊക്കെ അങ്ങോട്ടേക്ക് യാത്ര ചെയ്ത് പോകുന്ന ഒരു കാലം ഉണ്ടാവും. തീർച്ചയായും. ഒറ്റ ഒരു കാര്യമുള്ളൂ ജീവൻ, ലൈഫ് ഈസ് ഓൺലി വൺസ്. ആ ഒരൊറ്റ ലൈഫിൽ നമ്മൾ എവിടെയാണോ ഏറ്റവും കൂടുതൽ സന്തോഷം ആഗ്രഹിക്കുന്നത് അവിടെ ജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ നമുക്ക് കിട്ടിയാൽ തന്നെ നമ്മൾ പൂർണ്ണമായി. ഒന്നും അതായിരിക്കില്ല. അല്ല, എനിക്ക് തോന്നുന്നു പ്രോ പറഞ്ഞ പോലെയാണ് ഞാൻ യോജിച്ച് നിർത്തുന്നത്. അതായത് ഇത് റെസ്പെക്ട് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് പരസ്പരം റെസ്പെക്ട് ചെയ്യാനുള്ള ഒരു മനോഭാവം നമ്മുടെ നാട്ടുകാർക്ക് ഉണ്ടാവണം. അത് സത്യമാണ്. കാരണം അതുണ്ടായാൽ തന്നെ ഈ പറഞ്ഞ പോലെ പ്രവാസി ആയാലും പോലും മടിക്കില്ല. തിരിച്ചു പോയാൽ എന്താ, നമുക്ക് നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യാം എന്ന് ചിന്തിക്കാനുള്ള ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതുകൊണ്ടാണ് പലരും ഈ പറഞ്ഞ പോലെ ഒരു പ്രവാസിയായി തന്നെ ജീവിച്ചു പോകുന്നത്. അപ്പം എനിക്കും ആ ഒരു പോയിന്റിൽ വളരെ പരസ്പരം റെസ്പെക്ട് ചെയ്താൽ നമ്മൾ ഒരേ കുടക്കീഴിൽ ഒരേ സ്ഥലത്ത് ഒരേ വേദനയോട് ജീവിക്കുന്നതിനാന്ന് വിചാരിച്ചാൽ ജീവിക്കുക. വരുമാനത്തിനനുസരിച്ച് നിലവാക്കി എന്ത് പറഞ്ഞാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സമൂഹം, മനുഷ്യബന്ധം ഇതൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. സ്വന്തം ആരോഗ്യം ഇതൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി ഏതിനും സാധനം. പക്ഷെ അപ്പൊ പറയും ഈ സമൂഹം മനുഷ്യബന്ധത്തിനും ഇതിനെല്ലാത്തിനും കാശും വേണം. ഇപ്പം ജനങ്ങളുടെ പ്രശ്നം അതാണ്. ഞാൻ ഈ പറയുന്ന സാധനത്തിന് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സാധനം ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ താഴെ വരും കാശുണ്ടെങ്കിൽ ഇതെല്ലാം നേടാം. അതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ളവരുടെ പ്രശ്നമാണ്. അത് മാത്രമല്ല ബ്രോ, ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്നുള്ള സാധനം എപ്പോഴും ഉണ്ട്. അതായത് ഇപ്പൊ നമ്മളൊരു നാട്ടിലൊരാളെ വിളിച്ച് കഴിഞ്ഞാൽ ആദ്യം പറയണത് എന്റെ അമ്മ ചൂട്, അയ്യോ ഈ പരിസരത്ത് വരരുത് അല്ലേ. തിരിച്ച് ഇവിടെ നിൽക്കുന്ന ഒരാൾ അപ്പൊ എല്ലാം അങ്ങനെയാണ്, വൈസ് വേഴ്സയാണ്. ഒരിക്കലും ഈ പറഞ്ഞ പോലെ ആ ഒരു സാധനം പാടത്തില്ല. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച. അപ്പൊ എന്നാലും നമ്മൾ ഈ പറഞ്ഞ പോലെ റെസ്പെക്റ്റുകൾ ചെയ്താൽ തന്നെ കുറെ പേർക്ക് ഒരു അല്ലേ അങ്ങനെ ഒരു തോന്നലുണ്ടാവും. തീർച്ചയായിട്ടും. അപ്പൊ എല്ലാവരും അവരവരുടെ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഒന്ന് വയസ്സായിട്ട് ചിന്തിക്കുക. ഭാവിയെ കുറിച്ചൊക്കെ ഒരു 10-20 വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് ഓരോ തീരുമാനങ്ങൾ എടുക്കുക. ഇത്രയും വർഷത്തെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് നിന്നുള്ള സംഭാഷണം നമ്മളിപ്പോ ചെയ്യും. തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പൊ വന്നവരായിരിക്കാം അല്ലെങ്കിൽ വരായിരിക്കുന്നവരായിരിക്കാം, എന്ത് തന്നെ ആയാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും പറയുക. കാരണം നമുക്കൊരു കോൺവെർസേഷൻ ചാറ്റിലൂടെയൊക്കെ നമുക്ക് ചെയ്യാം. ആളുകളുടെ ചിന്താഗതികൾ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ കമന്റുകൾ ചെയ്യുക. എന്താണ് ബ്രോ? അല്ല ആബ്സല്യൂട്ട്ലി. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം പറയാനുള്ളത്, നമ്മളുടെ ഫേസ്ബുക്ക് ചാനൽ ഏകദേശം 3 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ ഒരു മാസം വാച്ച് ചെയ്യുന്നുണ്ട്. ഈ ഇപ്പം റെഗുലർ ആയിട്ടുള്ള നേരത്തെ 5 ലക്ഷം 6 ലക്ഷം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇപ്പം അത്രയും പേര് വാച്ച് ചെയ്യുന്ന ഒരു ഫേസ്ബുക്ക് ചാനൽ ഇപ്പോഴത്തെ ഞാൻ ഈ ഒരു കുറച്ച് ദിവസമുള്ള കണക്കെടുത്താണ്. അപ്പം അത്രയും പേര് വാച്ച് ചെയ്യുന്ന നമ്മളുടെ ഈ ഒരു ചാനലിൽ അതിൻ്റെ ഒരു വളരെ കുറച്ച് ശതമാനം ആൾക്കാർ മാത്രമേ ഫോളോവേഴ്സ് ആയിട്ടുള്ളൂ. തീർച്ചയായിട്ടും നമ്മൾ കൂടുതൽ ആൾക്കാർ നിങ്ങൾ ഫോളോവേഴ്സ് ആയാൽ ഒരു പ്രോമിസ് ഞങ്ങൾ ചെയ്യാം. തീർച്ചയായിട്ടും ഞങ്ങൾ പുതിയ നല്ല നല്ല കണ്ടന്റുകൾ പുതിയ ആൾക്കാരെ പോയി കാണാൻ ഓരോന്നിനും ഓരോ കാര്യങ്ങൾക്ക് നമുക്ക് ചിലവുകളുണ്ട്. അപ്പം നമ്മൾ ഇതെല്ലാം കുറേയൊക്കെ നമ്മൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാകും. കൂടുതൽ നമ്മളുടെ ചാനലിലേക്ക് നിങ്ങൾ ഫോളോവേഴ്സ് വരുവാണെങ്കിലും അത് സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിലും എങ്ങനെയാണെങ്കിലും അതൊക്കെ നമുക്ക് ഹെൽപ്പാണ്. ആ ഹെൽപ്പ് തീർച്ചയായിട്ടും നമ്മൾ പുതിയ കണ്ടന്റായും നല്ല പുതിയ ആൾക്കാരുമായിട്ടുള്ള സംവാദങ്ങളായും ഒക്കെ ആയിട്ടും വരാം. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ലാസ്റ്റ് ആയിട്ട് പറയാനുള്ള ജീവൻ ചേട്ടൻ്റെ കോൺവെർസേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതും കമന്റിലൊക്കെ പറയുക. എങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ജീവൻ ചേട്ടനെ നമ്മൾ ഇൻവോൾവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ വീണ്ടും അടിപൊളി കണ്ടന്റ്സുമായിട്ട് വരാം. സോ അതുവരയ്ക്കും ലെറ്റ്സ് ടൈ അപ്പ്. Thank you for a better future.